മാറും. ആദ്യമായിട്ട് ഇങ്ങനെ ബുക്കൊക്കെ കിട്ടുന്നത് അത് നല്ല സന്തോഷമുണ്ട്. പിന്നെ പുതിയ ടീച്ചറായി സ്കൂളൊക്കെ ആയതുകൊണ്ട് കുറച്ചുകൂടെ എക്സൈറ്റഡാ. ഞങ്ങളുടെ വീട്ടിൽ ടീച്ചർ വന്ന് ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. ആ ഫോട്ടോ ഉള്ള ബുക്കാണ് ഞങ്ങൾക്ക് കിട്ടിയത്. വളരെ സന്തോഷമുണ്ട്. നല്ലൊരു വർഷമാണ്. ഇപ്പൊ തകർത്തു. ഈ വട്ടം ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങളുടെ കടമുള്ള പുസ്തകവും ഞങ്ങൾ മേടിച്ച ബാഗൊക്കെ കിട്ടി. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ സ്കൂളിന്റെ പ്രവേശനോത്സവമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഫോട്ടോ പതിച്ച ഓരോ ബുക്കുകളാണ് എനിക്ക് തരുന്നത്. ഇത് നമ്മുടെ ഒരു വർഷത്തെ കാലത്തെ പ്രവർത്തനങ്ങളും നിങ്ങളുടെ ലേഖനങ്ങളും ഒക്കെ നിങ്ങൾക്ക് എഴുതി സൂക്ഷിക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു വർഷവും ഈ ബുക്കിൽ എന്താ വേണം നമ്മൾ സൂക്ഷിച്ച് ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങൾ നിങ്ങൾ ഇതിനകത്ത് എഴുതി വെക്കണം കേട്ടോ. ഈ വർഷം പ്ലാറ്റിനം ജൂബിലി വർഷമാണ്. ഈ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ തുടക്കം എന്നുള്ള നിലയിൽ വ്യത്യസ്തമായിട്ട് നമ്മുടെ പുതുതായിട്ട് അഡ്മിഷൻ എടുത്ത 80ഓളം വരുന്ന കുട്ടികൾക്ക്, അത് കഴിഞ്ഞ വർഷത്തേക്കാളും അഡ്മിഷൻ ഈ വർഷം ഞങ്ങൾക്ക് കൂടുതലാണെന്നുള്ള സന്തോഷകരമായ വർത്തമാനം കൂടെ പറയുകയാണ്. അപ്പോൾ ആ കുട്ടികൾക്കെല്ലാം തന്നെ അവരുടെ ചിത്രം കൊണ്ടുള്ള ഒരു ഡയറിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഡയറി എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രമുഖ ബുക്ക് നിർമ്മാതാക്കളായ ക്ലാസ്മേറ്റുമായിട്ട് ചേർന്നാണ് ഞങ്ങളത് തയ്യാറാക്കിയിട്ടുള്ളത്. ആ ഡയറിയിൽ അത് നോട്ട് എഴുതുന്നതിന് വേണ്ടിയുള്ള ഒരു ഡയറി അല്ല, അവർക്ക് ജീവിതകാലം തന്നെ സൂക്ഷിച്ചു വെക്കുന്ന രീതിയിൽ ആ ഡയറി അവർക്ക് സ്കൂളിലെ അനുഭവങ്ങൾ, ഈ വർഷത്തെ മുഴുവൻ അനുഭവങ്ങളും തീയതി ക്രമമിട്ട് എഴുതാം. അവർക്ക് ചിത്രം വരയ്ക്കാൻ ആഗ്രഹമുള്ള ഒരു കുട്ടിക്കാണെങ്കിൽ അതിൽ ചിത്രം വരയ്ക്കാം. അതല്ല എന്തെങ്കിലും കവിത എഴുതണമെങ്കിൽ ആ കുട്ടിക്ക് അതിൽ കവിത എഴുതാം. കഥ എഴുതണമെങ്കിൽ ആ കുട്ടിക്ക് കഥ എഴുതാം. അപ്പോൾ ഈ 5ാം ക്ലാസ്സിൽ ഈ കിട്ടുന്ന ബുക്ക് ജീവിതകാലവും അവർക്ക് സൂക്ഷിച്ചു വെക്കുന്ന തരത്തിലാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. നോട്ട് ബുക്ക് എന്നുള്ള ഒരു അർത്ഥത്തിലല്ല, അവരുടെ ഒരു ജീവിതയാത്രയിൽ എപ്പോഴും കൊണ്ടു നടക്കുന്ന രീതിയിൽ. അപ്പം പിന്നെ ഇത് ഞങ്ങളുടെ പ്ലാറ്റിനം ജൂബിലി വർഷമായതിനാൽ പ്രവേശനോത്സവ ഗാനവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക ഡാൻസിൻ്റെ ആവിഷ്കാരം ഉണ്ടായിരുന്നു. അത് കുട്ടികൾക്കൊരു പ്രത്യേകത ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എല്ലാ വർഷവും നമ്മൾ ബുക്കും പേനയും കൊടുത്താണ് സ്വീകരിക്കുന്നത്. ഇപ്രാവശ്യം അവർക്ക് കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് 5ാം ക്ലാസ്സിൽ കൂടുതലായിട്ട് കുട്ടികൾക്ക് ഈ ഫോട്ടോ വരച്ച ബുക്ക് കൊടുത്താണ് കുട്ടികൾക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്നത്. സ്കൂളിൽ പഠന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ എല്ലാ വർഷവും പഠനേതര പ്രവർത്തനങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന വിദ്യാലയമാണ്. പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ സാമൂഹികമായിട്ടുള്ള ആളുകളെ സഹായിക്കുന്ന, ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കുന്ന ഒക്കെ അത്തരത്തിലുള്ള സഹായ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന വിദ്യാലയമാണ്. നമുക്കറിയാം 5ാം ക്ലാസ്സിലൊക്കെ വരുന്ന കുട്ടികളുടെ ഒരു കലാപരമായ സാഹിത്യപരമായ ഒരു കഴിവുകളൊക്കെ ഒരു പ്രോത്സാഹനം കിട്ടേണ്ടതൊരു കാലയളവ്. ബുക്ക് കൊടുക്കുന്നതിലുപരിയായിട്ട് അല്ലെങ്കിൽ ഡയറി കൊടുക്കുന്നതിലുപരിയായിട്ട് അവരുടെ കഴിവുകളും അവരുടെ ചിന്തകളും അവരുടെ ഭാവനകളും ഒക്കെ അവർക്ക് അതിൽ പകർത്തി വെക്കാൻ കഴിയും. അങ്ങനെ പകർത്തി വെച്ച് അത് സാറന്മാർ വാല്യൂ ചെയ്യും. വാല്യൂ ചെയ്തിട്ട് അതിന് അവരുടെ കഴിവുകൾ, ഏത് കുട്ടിക്ക് ഏത് മേഖലയിലാണ് കഴിവുള്ളതെന്ന് തിരിച്ചറിയാനും കൂടെ കഴിയും.